ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവരെയും ജോജെ കിച്ചൻ്റെ 100ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, basboosa. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി സഹായങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ട്സ് എനിക്ക് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ലതാണ്. അതുപോലെ കമൻറ്റ്സ്, നിങ്ങളുടെ റിക്വസ്റ്റ് അതെല്ലാം കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ആക്ച്വലി റവ കേക്കാണ്. പക്ഷേ നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവയാണ് ഇവിടെ മൈദയ്ക്ക് പകരമായിട്ട് റവ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1.5 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് ഷുഗർ ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് തൈരുണ്ട്. നമ്മൾ സാധാരണ പാലാണ് ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട്. ഇതിലിപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണാത്തതായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചു. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തവർക്ക് ഇനി പാൽപ്പൊടി, മീൻസ് തേങ്ങാപ്പാൽപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, അതിന് കുഴപ്പമില്ല. പിന്നെ ഒരു 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം വാനില എസൻസ് വേണം, ബേക്കിംഗ് പൗഡർ വേണം. അതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടത് ഓയിൽ വേണം, 3/4 കപ്പ് ഓയിൽ വേണം. അതിൻ്റെ കൂടെ നമ്മൾ ഷുഗർ പാനി ഉണ്ടാക്കി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത്. കേക്ക് ബേക്ക് ആയതിനു ശേഷമാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിനകത്തേക്ക് നമുക്ക് ആ മുട്ടയൊന്ന് കുത്തി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതിനെ സ്പീഡ് കൂട്ടിയെടുക്കാം. അതിനകത്തേക്ക് ആ ഷുഗർ പൊടിച്ച് വെച്ചേക്കുന്നത് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആ തൈരും ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3/4 കപ്പ് തൈരുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. തൈര് ഒത്തിരി പുളിയുള്ളതാകരുത്, ഒത്തിരി പുളിയുള്ളത് കൊള്ളുകയല്ല. നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈര് ഒത്തിരി പുളിക്കാത്തതാണ്, അത് ഉപയോഗിച്ചാൽ മതി. നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് 3/4 കപ്പാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ പാൽപ്പൊടിയാണുള്ളതെങ്കിലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിനൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1.5 കപ്പ് റവ, ഞാനിവിടെ റോസ്റ്റഡ് റവ വാങ്ങിയതിരുന്നതാണ് ഉപയോഗിക്കുന്നത്. റോസ്റ്റഡ് റവ അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ചൂടാക്കിയതിന് ശേഷം ആറിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ അതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നീണ്ടൊരു കൺസിസ്റ്റൻസി ഇല്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്ക് അതിൻ്റെ കൂടെ അതിനകത്തേക്ക് ആ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനൊരല്പം ഓയിൽ തേച്ചൊരു ട്രേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം റവ തൂക്കി കൊടുക്കണം, കുറച്ച് മതി. ഇനി നമ്മുടെ ആ കേക്ക് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്ന് പരത്തി കൊടുക്കുക നമുക്ക്.
മധുരം നമുക്ക് ഇനി നമ്മൾ പഞ്ചസാര പാനി ഇതിന് മുകളിൽ ഒഴിക്കും. അതുകൊണ്ടാണ് ഇതിനകത്തൊരു 3/4 കപ്പ് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി പഞ്ചസാര നമ്മൾ പാനിയാക്കിയിട്ട് ഒഴിക്കും. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര പാനിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മധുരം അഡ്ജസ്റ്റ് ആകും. ഇത് ആക്ച്വലി ഒരു അറബിക് സ്വീറ്റാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിലോ ഈദ് അവസരങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ്. നമുക്കതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. 20 to 25 മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചധികം സമയം വെച്ചാൽ മതി. ഇനി നമ്മൾ അതിനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് കുറച്ച് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു OTG ഓവൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു മീഡിയത്തേക്കാൾ ഒരു അല്പം കൂടെ കൂട്ടി തീ വെച്ചിട്ട് അതിനൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതിലേക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെയോ അല്ലെങ്കിൽ വാനിലയുടെ തന്നെ ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസൻസ് ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം പഞ്ചസാര ഇട്ടിട്ട് അതനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര പാനി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്കതിനെ ഇനി നമ്മുടെ കേക്ക് ഓവനിൽ നിന്ന് എടുത്ത് ആ ചൂടോടുകൂടി തന്നെ ആ പാനി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ബസ്ബൂസയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് അത് ചൂടോടുകൂടി തന്നെ ഇപ്പോൾ ഓവനിൽ നിന്ന് എടുത്ത് അതുപോലെ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് അതിനകത്തേക്ക് ആ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ മാർക്കുകളിൽ കൂടെ ഒന്നും കൂടെ കത്തി കൊണ്ടൊന്ന് മുറിച്ചു കൊടുക്കാം. അപ്പോൾ ആ പാനിയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. നമുക്കതിനകത്തേക്ക് ആ പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലതായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് രണ്ടും നന്നായിട്ട് ചൂടാണെങ്കിലാണ് അതിനകത്തേക്ക് വേഗം വലിഞ്ഞു പോവുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കുറച്ച് ഓവറായിട്ട് വെള്ളമുള്ള പോലെ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആയിക്കോളും. നമുക്കതിനൊരു 10 മിനിറ്റ് പഞ്ചസാര പാനി ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. കാരണം അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള പാനിയെല്ലാം അതിനകത്തേക്ക് അബ്സോർബ് ചെയ്താലാണ് ആ പഞ്ചസാര ഒരു സോഫ്റ്റ്നെസ് വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും അതിനൊന്ന് സെർവ് ചെയ്ത് നോക്കാം. നമ്മളതിനകത്ത് പാനി ഒഴിച്ച് വെച്ച് ആ പാനിയൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്ത് ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ പാനിയിൽ സോക്കായിട്ട് വേണം അത് സോഫ്റ്റ് ആകാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഡിഫറെൻ്റായിട്ട് ഒരു സ്വീറ്റാണ്. വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.